വിവാഹത്തിന് മുമ്പ് നമ്മൾ ഈ പരസ്പരം പെണ്ണിനെയും ചെറുക്കനെയും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ആക്സസറീസൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ജോലി, സൗന്ദര്യം, പണം, പദവികൾ, കുടുംബമഹിമ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നു. പക്ഷെ വിവാഹം കഴിയുന്ന ദിവസം മുതൽ നമ്മൾ അന്വേഷിക്കുന്നത് ഒരാളുടെ ക്യാരക്ടർ, ഒരാളുടെ മൂല്യം, അവരുടെ സംസ്കാരം, അവരുടെ കരുതൽ, അവരുടെ സ്നേഹം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും തുടക്കത്തിൽ അന്വേഷിക്കുന്നതും പിന്നീട് അന്വേഷിക്കുന്നതും രണ്ട് കാര്യങ്ങൾ. ഇവിടെയാണ് കുടുംബജീവിതങ്ങളിൽ നമുക്ക് തകർച്ച ഉണ്ടാകാനുള്ള വഴിയും കൂടി നമ്മൾ ഒരുക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. അടുത്തിടയിലുള്ള പല വീഡിയോയിലും ഈ വിവാഹ ജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നതുകൊണ്ട് തന്നെ പലരും വിളിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കമൻറ്റുകളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം കാണുന്നൊരു കാര്യം, ഒരുപാട് പേർ ജീവിതത്തിൽ ഇങ്ങനെ അസ്വസ്ഥരായിട്ടാണ് കഴിയുന്നത്. വലിയ പ്രയാസങ്ങൾ ഉള്ളിൽ ഒതുക്കിയും പുറത്തറിയിക്കാതെയും ഒക്കെ കഴിയുന്നവരാണ്. അവർക്ക് ഒരു തീരുമാനം ആ കാര്യത്തിലൊന്നും എടുക്കാനും പറ്റുന്നില്ല. സഹിച്ച് ജീവിക്കുന്നവരാണ്. പലരും പറയുന്ന കുട്ടികളെ ഓർത്തിട്ട് മാത്രമാണ് ജീവിക്കുന്നത്, സമൂഹത്തെ പേടിച്ചിട്ട് മാത്രമാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബജീവിതത്തിലേക്കോ ഒരു വിവാഹ ജീവിതത്തിലേക്കോ എല്ലാവരും വരുന്നത് ഒരുപാട് നല്ല സ്വപ്നങ്ങളുമായിട്ടാണ്. ഒരാൾ എന്നോട് പറഞ്ഞത്, ആദ്യം കണ്ടപ്പോൾ കണ്ട കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ജീവിതത്തിൽ രണ്ടുപേർ ഒരുമിച്ച് വരുമ്പോൾ അവിടെ നമ്മളിങ്ങനെ സഹിച്ച് കഴിയാനും നരകിച്ച് കഴിയാനും വേണ്ടിയൊന്നുമല്ല ആരും ജീവിതത്തിലേക്ക് വരുന്നത്. അങ്ങനെയൊക്കെ പറയുന്ന പേരൻസ് അങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയൊക്കെ അങ്ങനെ പറയുമ്പോൾ, ഞാൻ ആലോചിക്കുന്ന അവിടെ വളരുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. ഈ മാതാപിതാക്കൾ സഹിച്ചും ഇങ്ങനെ പ്രയാസപ്പെട്ടുമൊക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഉണ്ടാകുന്ന അവരുടെ കുഞ്ഞുങ്ങളിലാണ്. ഒരു വിവാഹ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുന്നതൊന്നും വലിയൊരു കാര്യമല്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ടായാൽ അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം? ഇവിടെ പല ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അതിനകത്തെ ആരോഗ്യപരമായിരിക്കുന്ന പാർട്ട്ണർ എപ്പോഴും ഒരു മൂന്നാമത്തെ ആളിൻ്റെ അടുത്ത് പോകാനോ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാനോ, ഒരു മീഡിയേഷൻ എടുക്കാനോ, ഒരു ഗൈഡൻസ് എടുക്കാനോ, കൗൺസിലിംഗ് എടുക്കാനോ ഒക്കെ തയ്യാറായിരിക്കും. എന്നാൽ അവിടെ രോഗാവസ്ഥയിലുള്ള അല്ലെങ്കിൽ പ്രശ്നമുള്ള ആൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് ആവുകയില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഈവൻ കുട്ടികളുടെ കാര്യത്തിൽ പോലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഒരു പേരൻ്റ്, അത് പുരുഷനാണേലും സ്ത്രീ ആണേലും, ആ ഒരു പേരൻ്റ് കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഒരു കറക്ഷന് വേണ്ടി അവർ തയ്യാറാവില്ല. അപ്പം പലപ്പോഴും നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളിന് ഒരു പ്രശ്നം പറ്റിയാലും കുഴപ്പമില്ല. കാരണം ഒരു നല്ല പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അവർക്കൊരു തെറ്റ് പറ്റിയാൽ അത് തിരുത്താനോ, അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റിയാൽ ശരി അന്വേഷിച്ച് പോകാനോ, അല്ലെങ്കിൽ മറ്റൊരാളുടെ നല്ലൊരു ഗൈഡൻസ് എടുക്കാനോ ഒക്കെ അവർ തയ്യാറാവും. അപ്പോൾ വ്യക്തിത്വ വികസനം ഉള്ള ആൾക്കാരാണ് കുടുംബജീവിതത്തിലേക്ക് വരേണ്ടത്. ഒരുപക്ഷെ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ ഒരാളെ ഒരു പങ്കാളിയെ അന്വേഷിക്കുമ്പോൾ ആദ്യം നോക്കുന്നതൊന്നും ഇത്തരം കാര്യങ്ങളല്ല. ആദ്യം നോക്കുന്നതൊക്കെ അവരുടെ ജോലി, അല്ലെങ്കിൽ പദവികൾ, അല്ലെങ്കിൽ പണം, ഇങ്ങനെ സൗന്ദര്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും ആദ്യം നോക്കുന്നത്. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷെ അടിസ്ഥാനപരമായ പ്രശ്നം, നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളിനെ വിവാഹം കഴിച്ചാൽ മാത്രമേ ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അതിനെ മറികടക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കത്തുള്ളൂ. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ഒരു ആളുടെ വ്യക്തിത്വ വികസനമാണ്. നല്ല വ്യക്തിത്വ വികസനമുള്ള ഒരാളിനെ സംബന്ധിച്ച് അവർക്ക് തെറ്റ് പറ്റിയാൽ പോലും അതിൽ നിന്ന് ഈഗോ ഒന്നും ഇല്ലാതെ, അല്ലെ അനാവശ്യമായ തർക്കങ്ങളില്ലാതെ തന്നെ ഒരു പരിഹാരത്തിന് വേണ്ടി ഫ്ലെക്സിബിൾ ആകാനുള്ള ഒരു വയബിലിറ്റി, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റി അവരിൽ തീർച്ചയായിട്ടും നിലനിൽക്കും. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അവരുടെ മൂല്യബോധമാണ്. പ്രത്യേകിച്ച് നല്ല മൂല്യങ്ങളുള്ളവർ എപ്പോഴും മറ്റേ ആളിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ ഒരിക്കലും സഫർ ചെയ്യരുത്, ഞാനിച്ചിരി സഫർ ചെയ്താലും എൻ്റെ കൂടെയുള്ള ആൾ സഫർ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവിടെ രണ്ടുപേരുടെയും സഫറിങ് ഇല്ലാതാവുകയാണ്, അല്ലെങ്കിൽ രണ്ടുപേർക്കും പ്രശ്നങ്ങൾ ഇല്ലാതാകാനുള്ള വഴി തുറക്കുകയാണ്. അപ്പോൾ നല്ല മൂല്യബോധം ഉള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത, അവരെപ്പോഴും അവരുടെ കൂടെയുള്ളവരെ കൂടുതൽ സന്തോഷിപ്പിക്കാനും കൂടെയുള്ളവരെ കൂടുതൽ ആശ്വസിപ്പിക്കാനും ഒക്കെ ശ്രമിക്കും. നല്ല മൂല്യബോധമുള്ള പേരൻസിൻ്റെ ഒരു പ്രത്യേകത, ദേ റെസ്പെക്ട് ചിൽഡ്രൻ. അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം അതുപോലെ നല്ല മൂല്യബോധമുള്ളവരുടെ വീട്ടിൽ വളർന്നു വരുന്ന കുട്ടികൾ അവർ വിവാഹ ജീവിതത്തിലൊക്കെ എത്തുമ്പോൾ വളരെ നല്ല വിവാഹ കുടുംബ ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം കൾച്ചറാണ്. നല്ല സംസ്കാരത്തിൽ
ജീവിക്കുന്നവർ, അല്ലെ നല്ല സംസ്കരിക്കപ്പെട്ടവർ. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? സംസ്കരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ശിലായുഗത്തിൽ ജീവിക്കാനല്ലല്ലോ നമ്മൾ സംസ്കരിക്കപ്പെടുന്നത്. നമ്മൾ സംസ്കരിക്കപ്പെടുന്നത് ഈ മോഡേൺ കാലഘട്ടത്തിൽ ആധുനികമായ രീതിയിലൊക്കെയുള്ള നല്ല മോഡേൺ ഗാഡ്ജറ്റുകളൊക്കെ കയ്യിൽ കൊണ്ട് നടക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയും കുറേ കൂടി മോഡേൺ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതാണ് കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചർ കാലഘട്ടത്തിന് അനുസരിച്ച് രൂപാന്തരപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. നമ്മളിങ്ങനെ സംസ്കരിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ശബ്ദമൊക്കെ കുറയും, വഴക്കൊക്കെ കുറയും, കുറേ കൂടി ഡിസ്കഷനിലേക്ക് വരുന്നു, കുറേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നു, കുറേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, കൂടുതൽ ഫ്ലെക്സിബിൾ ആകുന്നു, പരസ്പരം വളർത്തുന്നു, പരസ്പരം അവരുടെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കുന്നു, പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഒരു വിവാഹ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ 3 കാര്യങ്ങൾ ഈ വ്യക്തിത്വ വികസനവും അതുപോലെ തന്നെ മൂല്യബോധവും സംസ്കാരവുമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചൊരു കുഴപ്പം, കഴിഞ്ഞൊരു 30 വർഷമായിട്ടെങ്കിലും ഇതൊക്കെ വിദ്യാഭ്യാസത്തിൽ നഷ്ടപ്പെട്ടു. വിദ്യാഭ്യാസത്തിൽ ഡോക്ടറെ, എഞ്ചിനീയറെയും പ്രൊഫഷണലിനെയും അല്ലെങ്കിൽ ഫാക്ടറി തൊഴിലാളികളെയൊക്കെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ പലപ്പോഴും അതിനൊക്കെയുള്ള പ്രാധാന്യം കൂട്ടുക, അതിനു വേണ്ട കോച്ചിങ്, അതിനുള്ള ട്യൂഷന്, അതിനുള്ള ട്രെയിനിങ് ഒക്കെ വന്ന് തിരക്ക് കൂടിയപ്പോഴത്തേക്ക് ഒരു നല്ല മനുഷ്യനെ ഉണ്ടാക്കാനുള്ള സ്പേസ് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു സ്പേസ് നഷ്ടപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ചിലർക്കൊക്കെ നാച്ചുറലായിട്ട് ഈ ക്വാളിറ്റീസൊക്കെ നേടിയെടുക്കാൻ കഴിയുമായിരിക്കും. ചിലരുടെയൊക്കെ സ്കൂളിൽ അത് നഷ്ടപ്പെട്ടാലും ഭവനത്തിൽ അത് കാണും. ചിലയിടത്ത് ഭവനത്തിലും കാണത്തില്ല, സ്കൂളിലും കാണത്തില്ല. ഭവനത്തിലും എന്ത് പറ്റി? നമുക്ക് ഭയങ്കരമായ ആർത്തി, എല്ലാവരെയും പണം കായ്ക്കുന്ന മരങ്ങളാക്കണം, എല്ലാവരെയും മിടുക്കരാക്കണം, എല്ലാവരെയും ചാമ്പ്യനാക്കണം, എല്ലാവരെയും കലാതിലകമാക്കണം. ഇതിനുള്ള ഓട്ടത്തിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, നമുക്കൊരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള സ്പേസ് വീട്ടിലും നഷ്ടപ്പെട്ടു. വീടുകളിലും കൂടുതൽ മെറ്റീരിയലിസം കൂടി. അപ്പോൾ അതിന് എല്ലാവരും എങ്ങനെയെങ്കിലും അവളെ ഒന്ന് നേഴ്സാക്കണം, അവനെ ഒരു എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഓട്ടത്തിനിടയിൽ നല്ലൊരു മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള സാവകാശമൊക്കെ എല്ലായിടത്തും നമുക്ക് നഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് ഇന്ന് വിവാഹ ജീവിതത്തിൽ കാണുന്ന ഇത്തരം ടോക്സിക് പേഴ്സണാലിറ്റീസ്. അപ്പോൾ ഇത് വലിയൊരു ദുരന്തമാണ്. ഇത്തരത്തിൽ ഇതൊന്ന് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഫോഴ്സാണ് കൗൺസിലിങ്, ഗൈഡൻസ്, തെറാപ്പി, ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ വ്യക്തിത്വ വൈകല്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാനസികമായ രോഗാവസ്ഥയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈകാരികമായ വലിയ സ്ട്രെസ് ഉണ്ടെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള മോഡേൺ മെഡിക്കൽ സിസ്റ്റത്തിലൊക്കെ ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ തന്നെയും നല്ലൊരു ഗൈഡൻസ് ഒക്കെ എടുത്താൽ പല കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിനൊന്നും പോകാൻ ആരും തയ്യാറല്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് അവർക്കത് ഒന്നും കുട്ടിക്കാലത്ത് ലഭിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ കാഴ്ചപ്പാടായിട്ട് കിട്ടിയില്ലെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ ഒരു വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മൂന്നാമതൊരാളുടെ ഹെൽപ്പ് എടുക്കാനുള്ള ഒരു മനസ്സെങ്കിലും കാണിച്ചാൽ പലപ്പോഴും ആ കുടുംബ ജീവിതം രക്ഷപ്പെടും. തീർച്ചയായിട്ടും നമ്മളിലൂടെ ഈ ലോകത്തിലേക്ക് വന്ന കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും. തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. എന്താണ് ക്രിസ്മസ്? കുഞ്ഞുങ്ങൾ ബഹുമാനിക്കപ്പെടുന്നതാണ് ക്രിസ്മസ്. ബഹുമാനിക്കപ്പെടാനുള്ള ഒരവസരം കുഞ്ഞുങ്ങൾക്കില്ലെങ്കിൽ, ആ കുഞ്ഞുങ്ങൾ കരുതപ്പെടുന്നില്ലെങ്കിൽ, അപ്പോൾ ഇത്തരത്തിലുള്ള കുടുംബങ്ങളിലൊക്കെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്മസിന് നേരെ വിപരീതമാണ്. കാരണം അവിടെ ഒരുക്കപ്പെടാത്ത ഒരു ലോകത്തിലേക്ക് ഒരു കുഞ്ഞുങ്ങൾ വന്ന് വീഴുകയും ആ കുഞ്ഞുങ്ങളും രോഗ അവസ്ഥയിലെത്തുകയും അവരും ഇതുപോലെയൊക്കെ വളർന്നു വരികയും നല്ലൊരു കുടുംബജീവിതത്തിനോ നല്ലൊരു സാമൂഹിക ജീവിതത്തിനോ ഒന്നും ഫിറ്റില്ലാതെ വളർന്നു വരികയും ചെയ്യും. ഞാൻ ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ട്രീറ്റ് ചെയ്യപ്പെടാത്ത ഏത് പ്രശ്നങ്ങൾ മാതാപിതാക്കളിലുണ്ടോ അതെല്ലാം കുട്ടികളിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നെ വിളിക്കുന്ന പല മാതാപിതാക്കളും അതിലേതെങ്കിലും ഒരു പേരൻറ്റിനുള്ള പ്രശ്നം തന്നെയാണ് മക്കളിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറുകയാണ്, ഒരു ദ്രോഹമാണ് ചെയ്യുന്നത്. ക്രിസ്മസ് ക്രിസ്തുവിലേക്കുള്ള യാത്രയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? തകർച്ചയാണ് കൂടുതലും നടക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ, ഈ പുതുവർഷത്തിലൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നൊരു നല്ല കാര്യം, നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഭർത്താവിനും ഭാര്യയ്ക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളുണ്ടാകും. ചിലപ്പോൾ രണ്ടുപേരിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. നമ്മളുടെ വ്യക്തിത്വത്തിൽ ഒരു മാറ്റം വരുത്താൻ, നമ്മുടെ മൂല്യബോധത്തിലൊരു മാറ്റം വരുത്താൻ, നമ്മുടെ സംസ്കാരത്തിലൊരു മാറ്റം വരുത്താൻ, ഒരു വീഡിയോയിലൂടെ പോലും, ഒരു വീഡിയോ കേട്ട് അതിലൂടെ പോലും മാറ്റങ്ങൾ വരുത്തിയവരുണ്ട്. അതാരാണെന്ന് ചോദിച്ചാൽ ലേണിംഗ് പേഴ്സണാലിറ്റിയാണ്. അതിനൊക്കെയുള്ള ഒരു ബേസ് അവരിലുള്ളത് കൊണ്ടാണ് അതെവിടെയൊക്കെ കണക്ട് ചെയ്ത്
ഒരു റിക്കവറിയിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കുറച്ച് നന്മകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല അറിവുകളും നല്ല ചിന്തകളും ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് മാറ്റങ്ങളുണ്ടാകും, ഒരു സംശയമില്ല. പ്രത്യേകിച്ച് അലസരായ മനുഷ്യർക്ക് ഉള്ളതല്ല കുടുംബജീവിതം. നമ്മൾ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു അധ്വാനമുണ്ട്. ആ അധ്വാനമാണ് ആ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. അജ്ഞത കുടുംബജീവിതത്തിന് നല്ലതല്ല. നമ്മൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരുന്നാലേ കുടുംബജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ്, അഹങ്കാരികൾക്കുള്ളതല്ല കുടുംബജീവിതം. നമ്മൾ വിനയവും സ്നേഹവും കരുതലും ഒക്കെയാണ് കുടുംബജീവിതം. ആർത്തിയുള്ളവർക്കുള്ളതല്ല കുടുംബജീവിതം. ഈ ആർത്തി കൊണ്ട് പണത്തിൻ്റെ പുറകിനും പ്രതാപത്തിൻ്റെ പുറകിനും പൊസിഷൻസിൻ്റെ പുറകിനും ഒക്കെ നടക്കുന്നവർക്ക് പലപ്പോഴും അതൊക്കെ നേടിയെടുത്ത് വരുമ്പോൾ ഈ കുടുംബത്തിലൊന്നും ശേഷിക്കില്ല. നമുക്കൊരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും മറ്റുള്ളവരെ കരുതാനും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനുമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ കുടുംബജീവിതമൊക്കെ വളരെ ഭംഗിയായിട്ട് പോകും. കുഞ്ഞുങ്ങൾ ആശ്വാസമുള്ളവരായി മാറും. ഈ ക്രിസ്മസ് കാലത്ത്, ഈ പുതുവത്സര കാലത്ത് കൂടുതൽ കുഞ്ഞുങ്ങളെ പറ്റി ചിന്തിക്കുന്ന, കുഞ്ഞുങ്ങളെ പറ്റി കാഴ്ചപ്പാടുള്ള, കുഞ്ഞുങ്ങളെ ബഹുമാനിക്കുന്ന ഒരു സമൂഹമാണ് ഇൻസൈറ്റ് മിഷൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഞാനിത് പറഞ്ഞു നിർത്തുന്നത്. കുഞ്ഞുങ്ങൾക്ക് ബഹുമാനം കൊടുക്കാൻ കഴിയുന്ന, കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും പരസ്പരം നല്ല സന്തോഷത്തോടെ ഇരിക്കുകയും ആശ്വാസത്തോടെ ഇരിക്കുകയും നല്ല കാഴ്ചപ്പാടോടെ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെയൊക്കെ കുഞ്ഞുങ്ങൾ ഉയർന്നു വരുന്നത്. ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ആശ്വാസത്തിലേക്ക് നയിക്കുമ്പോൾ അതിൻ്റെ ഗുണം കുഞ്ഞുങ്ങൾക്കാണ് കിട്ടുന്നത്. നിങ്ങളുടെ പുരുഷനവിടെ ബഹുമാനിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുന്നത് കുഞ്ഞുങ്ങൾക്കാണ്. പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും കരുതിയും ഒക്കെ കുടുംബജീവിതത്തിൻ്റെ മഹത്വം കാത്തു സൂക്ഷിക്കാൻ എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്ന് മാത്രം ഈ ക്രിസ്മസ് പുതുവത്സര കാലഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇത് നല്ലതെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞത് എല്ലാവരും ഓർക്കണം, വിദ്യാഭ്യാസത്തിലും കുടുംബജീവിതത്തിലുമൊക്കെ ഈ കുട്ടികളെയൊക്കെ മിടുക്കരാക്കാൻ മാത്രമുള്ള ഒരു യാത്ര പോരാ, മനുഷ്യനാക്കാനോടുള്ള ഒരു യാത്ര. അതുമാത്രമേ സസ്റ്റൈനബിളായിട്ടുള്ള നിലനിൽപ്പിന് മനുഷ്യനെ ഒരുക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.